നമസ്കാരം. ഇന്ന് കേരളത്തിൽ വളരെയേറെ കത്തി നിൽക്കുന്നൊരു വിഷയം, ദിലീപ് കേസിൽ അതിജീവിതയ്ക്ക് ഒരു വിധി കിട്ടി. ആ വിധിയിൽ ദിലീപിനെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ വഴിക്കല്ല പോകുന്നത് എന്ന വലിയൊരു വിലാപമാണ് മാധ്യമത്തിൻ്റെ റൂമുകളിൽ നിന്ന് നമ്മൾക്ക് കാണുന്നത്. എത്രയോ മാധ്യമ പ്രവർത്തകർ ഈ കോടതി വിധിയെ അംഗീകരിക്കാതെ നിരാശാജനകം, അല്ല എങ്കിൽ ഈ കോടതി വിധി നീതി നിഷേധമാണ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് കണ്ടു. ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജനാധിപത്യ സമൂഹത്തിലെ അവസാന വാക്ക് എന്ന് പറയുന്നത് കോടതിയാണെങ്കിൽ അതിനെ അംഗീകരിക്കുക എന്നുള്ള മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അത്തരം കാര്യങ്ങളാണ്. അതിനു പകരം ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് ഇതിനെ അവതരിപ്പിക്കുവാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിജീവിത എന്ന് പറയുന്ന ഈ കേസിലെ ഇരയാക്കപ്പെട്ടയാൾ, അവർക്ക് നീതി വേണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. പക്ഷെ ആ നീതി കൊടുക്കേണ്ടത് പത്ര മാധ്യമങ്ങളുടെ ഓഫീസ് റൂമുകളിലോ ചാനൽ ചർച്ചയുടെ ഫ്ലോറുകളിലോ ആണോ? അതിനപ്പുറമുള്ള എത്രയോ ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കുന്ന നീതിപീഠങ്ങൾ നമുക്കുണ്ട്. എത്രയോ സ്റ്റെപ്പുകളായിട്ട്, എത്രയോ തട്ടുകളായിട്ട് അത് സംവിധാനം ചെയ്തിരിക്കുന്നു. അങ്ങോട്ട് പോയി നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ ഇവർക്ക് നീതി നേടിയെടുക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അവരെ ആ രീതിയിൽ സഹായിക്കാം. ഈ വിഷയത്തിൽ ഇരയെന്ന് പറയുന്ന അതിജീവിതയ്ക്ക് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സൗകര്യങ്ങളുമുള്ളതാണ്, നിയമബോധമുള്ളതാണ്. കേരള സംസ്ഥാനത്ത് അവർക്ക് വേണ്ടി വാദിക്കുന്ന ധാരാളം ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വിധി വന്നതിന് ശേഷം എന്താണ് കാണുന്നത്? വിധി വന്നതിന് ശേഷം ഈ ചാനൽ അവതാരകരുടെ കരച്ചിലുകൾക്ക് താഴെ, അവര് നടത്തുന്ന ഓരോ കമന്റുകൾക്കും താഴെ അതിരൂക്ഷമായ ഭാഷയിൽ ഇവിടുത്തെ പൊതുജനം പ്രതികരിക്കുന്നതാണ് കാണുന്നത്. അതായത് കോടതിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് ആ വിശ്വാസമില്ല? ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് നിയമത്തിന് അതീതമായിട്ടുള്ള ആൾക്കാരാണോ? അവർക്ക് എന്ത് യോഗ്യതയാണ് ഇത്തരം കാര്യങ്ങളിൽ കോടതിയെ വിമർശിക്കാനായിട്ടുള്ളത്? LLB എടുത്തിട്ടുള്ളവരാണോ? നിയമപരമായ ഏതെങ്കിലും രീതിയിലുള്ള ഡിഗ്രി എടുത്തിട്ടാണോ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്? ജേർണലിസം എന്ന് പറയുന്നത് ഒരു കോടതിക്ക് മുകളിലുള്ള ഒരു കാര്യമായിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നാണ് പറയാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാരണവശാലും മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ടയിൽ സമൂഹമോ കോടതിയോ നമ്മുടെ പോലീസ് സംവിധാനമോ ഒരു രീതിയിലും വീഴാൻ പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇരയ്ക്ക് നീതി കിട്ടണമെങ്കിൽ അത് കോടതി മുഖാന്തരമായിരിക്കണം കിട്ടേണ്ടത്. കോടതിക്ക് അതിനുള്ള സംവിധാനമില്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന അഭിഭാഷകർ, ഇതിലെ വാദിയായ ലേഡിയുടെ ഒപ്പം നിൽക്കുന്ന അഭിഭാഷകർക്ക് അതിനുള്ള നിയമബോധവും ജ്ഞാനവും ഇല്ലേ? ഇപ്പൊ ഈ കോടതിയിൽ ഒരു ട്രയൽ നടന്നു. ഇത്രയും ദീർഘനാളത്തെ ട്രയലുകളിൽ തൊണ്ടികൾ ഉൾപ്പെടെ നിരവധിയായ തെളിവുകളും 200-ൽ പരം സാക്ഷികളും എന്നാണ് നമ്മൾ കാണുന്നത്. അത്രയും ആൾക്കാരുടെ ഒരു വിചാരണ നടത്തിയിട്ട് അതിൽ നിന്ന് കോടതി കണ്ടെത്തിയ സത്യങ്ങൾ ഒരു വിധിയായിട്ട് മുന്നിലേക്ക് വരുമ്പോൾ 1 മുതൽ 8 വരെയുള്ള പ്രതികളിൽ 1-ാം പ്രതിക്ക് ശിക്ഷ കൊടുത്തതിൽ ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. 2 മുതൽ 7 വരെ പ്രതികൾക്ക് ശിക്ഷ കൊടുത്തതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അത് നീതി നടപ്പാക്കലല്ലേ? അല്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെയോ 8-ാമത്തെ പ്രതിയിലേക്ക് ശിക്ഷ എത്തണം, അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടക്കണം എന്ന രീതിയിൽ മാധ്യമങ്ങൾ കരയുന്നത് കണ്ടു. ഈ നമ്മുടെ കോടതികൾക്ക് മാധ്യമങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കാനായിട്ട് പറ്റുന്നത്. അവിടെ ദിലീപിനും അവകാശമുണ്ട്, ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ 1 മുതൽ 8 വരെ പ്രതികളിൽ ദിലീപ് ഒഴികെയുള്ള എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. അതെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു കോടതി വിധി പ്രസ്താവം നടത്തുന്നത്. ആ വിധി പ്രസ്താവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇന്ത്യൻ ഭരണഘടനയിലോ ജനാധിപത്യത്തിലോ എന്ത് വിശ്വാസമാണുള്ളത്? നിങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് ഉത്തരവാദിത്വം എന്നത് ഫോർത്ത് എസ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നാട്ടിലെ നീതി വ്യവസ്ഥയോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ജനങ്ങളെ ഉൾപ്പെടെ പ്രേരിപ്പിക്കുന്ന മാതൃകാപരമായ പ്രസ്താവനകൾ നടത്തേണ്ടവരാണ് നിങ്ങൾ. അതിനു പകരം ചേരിതിരിവുണ്ടാക്കുന്ന, ഇപ്പോൾ കുറച്ചു മുൻപ് നമ്മൾ കേട്ടൊരു ബൈറ്റ് എന്താണ്, ഒരു അഭിഭാഷകയുടേതാണ്. അവർ പറയുകയാണ് ഇതിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങണമെന്ന്. നിയമത്തിന്റെ ആ മേലുടുപ്പിട്ടുകൊണ്ട് അവർക്ക് എങ്ങനെ പറയുവാൻ തോന്നുന്നു എന്നുള്ളതാണ്. കോടതി എന്ന് പറയുന്നത് നിങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു സ്ഥലമല്ല. അവിടെ വിവേകമാണ് വേണ്ടത്, അവിടെ ലോജിക്കാണ് വേണ്ടത്. കോടതിയിൽ നിങ്ങളൊരു കേസിലെ പ്രതിയായിട്ട് ചെല്ലുമ്പോൾ, വാദിയായിട്ട് ചെല്ലുമ്പോൾ, നിങ്ങൾക്ക് വാദിയായാലും പ്രതിയായാലും കിട്ടുന്ന അതേ അവകാശം നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം കോടതിയെ ബഹുമാനിക്കേണ്ടത്.
അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വിധി കിട്ടിയില്ലെങ്കിൽ കോടതിയുടെ നീതിബോധം ഇടിഞ്ഞു താഴ്ന്നു വീണു എന്ന ചിന്താഗതിയൊക്കെ വളരെയേറെ പ്രാകൃതമായ ഒരു ചിന്താഗതിയാണ്. ജേർണലിസത്തിൽ എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഒരു ജേർണലിസ്റ്റിന്റെ സാമൂഹ്യ ബാധ്യതയെക്കുറിച്ച്, സമൂഹത്തിൽ നിങ്ങൾ ചെലുത്തേണ്ട സ്വാധീനം സത്യത്തിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളത് പഠിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നവര് എന്തുകൊണ്ട് പക്ഷം പിടിച്ചോ പാർശ്വവൽക്കരിക്കപ്പെട്ടോ നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. മാധ്യമ വാഴ്ച ഒരു കാരണവശാലും ഒരു രാജ്യത്തിനും അഭിലഷണീയമായ ഒരു കാര്യമല്ല. മാധ്യമങ്ങളല്ല ഭരിക്കേണ്ടത്. മാധ്യമങ്ങൾക്ക് ജനാധിപത്യത്തിൽ ജനാഭിപ്രായത്തെ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രൂപീകരിക്കാൻ വലിയ കടമയും സ്വാധീനവും ഉണ്ട് എങ്കിൽ പോലും അത് കടമ എന്ന ഒരു കാര്യത്തിൽ നിന്നപ്പുറം ആ സ്വാധീനം ദുരുപയോഗം ചെയ്യാനായിട്ട് പോകരുത്. നിങ്ങൾ സമൂഹത്തിന്റെ ജനങ്ങളുടെ വക്താവാകുക ജനങ്ങളുടെ അഭിപ്രായം വെച്ചുകൊണ്ടാണ്. മറിച്ച് നിങ്ങളുടെ അഭിപ്രായം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇതാണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് അവകാശം? ചാനൽ അവതാരകർ എന്ന് പറയുന്ന ഓരോ വ്യക്തികളും ഓരോ തൊഴിലാളികളാണ്. നിങ്ങളൊരു ജോലിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചാനലിൽ വാർത്ത വായിക്കുക അല്ലെങ്കിൽ ന്യൂസ് റൂമിൽ ആങ്കറിങ് ചെയ്യുക എന്നൊരു ജോലിയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതിന് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. ഇത് ഒരു വ്യവസായമാണ്. അതായത് ചാനൽ എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്. നമ്മുടെ പത്രങ്ങൾ ഒരു വ്യവസായമാണ്. എല്ലാ വ്യവസായങ്ങൾക്കും താല്പര്യമുണ്ടാകും. ആ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ കോടതി വേണം. കോടതിയിലെ നിയമങ്ങൾ അതിനുവേണ്ടി വക്രീകരിക്കണമെന്ന് വാദിക്കുന്നത് എത്രമാത്രം അപക്വമായൊരു നിലപാടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളം പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും സാക്ഷരതയുള്ള ഒരു നാടാണ്. എന്ന് വെച്ചാൽ അതിന്റെ പ്രചാരം സർക്കുലേഷൻ വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ്. ഇതുകൊണ്ട് തന്നെ ലോകത്തിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുള്ളവർ തന്നെയാണ് ജനങ്ങൾ. അങ്ങനെയുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ഒരു കാര്യം ഇട്ടുകൊടുത്താൽ ജനങ്ങൾക്കത് വേർതിരിച്ച് അറിയുവാനായിട്ട് പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയ സ്ഥാപനങ്ങൾക്കപ്പുറം ഇന്റർനെറ്റിലൂടെ നിരവധിയായ മറ്റ് മാർഗങ്ങൾ കിട്ടുന്നുണ്ട്. അതിലൂടെ അവർ പലപ്പോഴും മനസ്സിലാക്കുന്നു പല മാധ്യമങ്ങളുടെയും വാർത്തകളുടെ പിന്നിൽ പെയ്ഡ് ന്യൂസ് എന്നൊരു കറുത്ത കരങ്ങൾ പ്രവർത്തിക്കുന്നു. അതായത് പെയ്ഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നൊരു സാധനമാണ്. അത് പല രാജ്യങ്ങളിലുമുണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല പലയിടത്തുമുണ്ട്. അങ്ങനെ പെയ്ഡ് ന്യൂസ് കൊടുക്കുമ്പോൾ ഓർത്ത് നോക്കൂ, കേരളത്തിൽ ഒരു മാധ്യമത്തിനെതിരെ ഒരു കേസ് വന്നു. ആ മാധ്യമത്തിന്റെ പേര് മംഗളം എന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ ചാനൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കൂപ്പ് കൊണ്ടുവന്നുകൊണ്ടാണ് ആ ന്യൂസ് ചാനൽ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ അത് പിന്നീട് എന്തായി എന്നുള്ളത് ആലോചിക്കുക. ജനങ്ങൾ ആ സമയത്ത് അതെല്ലാം വിശ്വസിച്ചു. പക്ഷെ അത് കോടതിയിൽ വന്നപ്പോൾ മാപ്പ് പറച്ചിലും ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ അത് നടത്തുന്ന ആൾക്കാരുടെ രാഷ്ട്രീയം അതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരസ്യദാതാക്കളുടെ പണത്തിന്റെ സ്വാധീനം അതിലുണ്ട്. എന്തിന് ഭരിക്കുന്ന ഗവൺമെന്റും മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പരസ്യം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പലപ്പോഴും മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ കാരണമാകുന്നു എന്ന് നിരവധിയായ ആക്ഷേപങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അജണ്ടകൾ വെച്ച് ചർച്ച സെറ്റ് ചെയ്യുകയും ആ ചർച്ചയിൽ നമ്മൾ സാധാരണ കാണുന്നതാണ്, മാധ്യമങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയിൽ നിന്ന് മാറി ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കോർണർ ചെയ്യാൻ വേണ്ടി അയാളുടെ മൈക്ക് ഓഫ് ആക്കുക, അയാൾക്ക് സമയം കൊടുക്കാതിരിക്കുക, അയാളോട് ഒരു ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ 15 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുക തുടങ്ങിയ ഉട്ടോപ്യൻ മാധ്യമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇത് ശരിയായ മാധ്യമ പ്രവർത്തനമാണോ? ദിലീപിന് എന്ത് വേണമെന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്? ദിലീപിന് ശിക്ഷ വേണമെന്ന്. അങ്ങനെ ആഗ്രഹിക്കാൻ നിങ്ങളുടെ മുന്നിൽ എന്താണ് റെലവെന്റ് ആയിട്ടുള്ള എന്ത് എവിഡൻസ് ഉണ്ട്? നിങ്ങൾ കോടതിയിൽ പോയി ഈ കേസ് കെട്ടുകളെല്ലാം പരിശോധിച്ച് അതിൽ വാദിയുടെയും പ്രതിയുടെയും ചാർജുകൾ എന്താണെന്ന് നോക്കിയിട്ട് നിയമപരമായ എല്ലാ ബോധവും വെച്ചുകൊണ്ടുള്ളൊരു ആഗ്രഹമാണോ നിങ്ങൾ പുലർത്തിയത്? അല്ലല്ലോ. നിങ്ങൾ സെറ്റ് ചെയ്ത നിങ്ങളുടെ വായിൽ നിന്ന് നേരത്തെ നിങ്ങൾ ഏറ് ചെയ്ത വാചകങ്ങൾ പോലെ കാര്യങ്ങൾ പര്യവസാനിക്കണമെന്നൊരു അജണ്ട മാത്രമായിരുന്നു നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. ദിലീപ് ഈ കേസിൽ കുറ്റവിമുക്തനായി. അതിന്റെ അർത്ഥം ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്നാണെന്ന് പറയുന്നിടത്ത് ഏറ്റവും വലിയ അധാർമികത ഒളിഞ്ഞിരിപ്പുണ്ട്. കോടതി ഇതിലെ പ്രത്യക്ഷമായിട്ട് കുറ്റവാളികളെന്ന് കണ്ട എല്ലാവരെയും ശിക്ഷിച്ചിട്ടുണ്ട്. കോടതിക്ക് ഈ ഒരു കാര്യത്തിൽ, ദിലീപിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. അത് തെളിയിക്കുവാൻ വേണ്ട എലമെന്റ്സ് കൊടുക്കുവാൻ നിങ്ങൾ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ പരാജയമെന്നാണ്. പ്രോസിക്യൂഷൻ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ കോടതി പരാജയപ്പെട്ടവനെ കൈപിടിച്ചുയർത്തി പ്രോസിക്യൂഷന്റെ ആഗ്രഹപ്രകാരം നടത്തണം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ലക്ഷ്യം വെക്കുന്ന രീതിയിൽ ഈ ഒരു കേസിന് ഒരു വിധി ഉണ്ടാകണമെന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ ഇരുന്നാണ് നമ്മൾ പറയുന്നത്? നമ്മൾ എത്രമാത്രം ടെക്നോളജിക്കലി മുന്നേറിയ ഒരു സമൂഹത്തിന് നിയമപരമായ സാക്ഷരത നേടാനായിട്ട് വെറുതെ ഗൂഗിൾ നോക്കിയാൽ മതി.
എന്താണ് കോടതി നടപടിക്രമങ്ങൾ എന്ന് അറിയാൻ പോലും അവർക്ക് സാധിക്കും. നിയമം എന്താണെന്ന് ഓരോ പണിഷ്മെന്റും ഏതൊക്കെ വകുപ്പ് പ്രകാരം എത്രമാത്രം ഏതെല്ലാം ഒഫൻസ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് ജനങ്ങൾ. ആ കഴിവിനെയൊക്കെ അന്ധമാക്കിക്കൊണ്ട് അവരെയൊക്കെ ഷണ്ഡീകരിച്ചുകൊണ്ട് അവരുടെ ശബ്ദമാണ് എന്ന് പറഞ്ഞ് അവരുടെ വായിൽ കസേരയിട്ട് നിങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളോടൊപ്പം ജനങ്ങളില്ല. അത് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ അജണ്ടകൾക്ക് താഴെ വരുന്ന ആ കമന്റുകൾ ആൾക്കാരുടെ അഭിപ്രായമാണ്, പൊതുജനാഭിപ്രായമാണ്. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്ന പോലെ പൊതുജനത്തിന് ഒരു അജണ്ട ഇല്ല. അവർ സത്യസന്ധമായിട്ടാണ് പ്രതികരിക്കുന്നത്. ആ സത്യസന്ധമായ പ്രതികരണങ്ങളിൽ മാധ്യമങ്ങൾ ദയവായി ശ്രദ്ധ പുലർത്തുക. നമുക്ക് മികച്ചൊരു മാധ്യമ സംസ്കാരത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്. ആ മാധ്യമ സംസ്കാരത്തിന്റെ പക്വതയിലേക്ക് വരണമെങ്കിൽ ഇത്തരം നീതിപീഠങ്ങളെ നിഷേധിക്കുന്ന വിധികളെ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് കിട്ടണമെന്ന ആ ഒരു കാര്യം മാറ്റിവെക്കുക. നിങ്ങൾ നീതിപീഠത്തിന്റെ വിധികളിൽ വിലാപം കാണിക്കുകയല്ല വേണ്ടത്, വിവേകമാണ് കാണിക്കേണ്ടത്. താങ്ക് യു.